എടാ ഈ നോമ്പൊക്കെ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്തേ നമുക്ക് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നെ ഒരു മടിയൊക്കെ അങ്ങോട്ട് തുടങ്ങും. അപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സ്നാക്ക് ഉണ്ടാക്കാനായിരിക്കും കേട്ടോ നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണോ. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും, എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. എന്നാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. എടോ അതിനായി ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതെ, ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ. അതെ, ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബോളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഇനി ഒരുപാടൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ മുട്ട അതിനനുസരിച്ച് കൂട്ടാം. 2 മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാട്ടോ. വീണ്ടും അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഒറിഗാനോ സീസണിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതത്ര നിർബന്ധമുള്ള കേസല്ല, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കിയതാണ് ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. ഇനി വളരെ എളുപ്പമാണോ. നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ ബ്രെഡ് എടുത്ത് ഈ മുട്ടയിലോട്ട് അങ്ങോട്ട് മുക്കുക. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അങ്ങോട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുത്ത് എല്ലാ ബ്രെഡും അങ്ങനെ അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് കഴിയൂടോ, എന്നാൽ നല്ല രുചിയുമാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടായിട്ടോ. ഇതുപോലെ എല്ലാം ഒന്നങ്ങ് മിക്സ് ആക്കി ഒന്ന് ആ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് മുക്കി ഒന്നങ്ങോട്ട് മാറ്റി വെക്കാം. അടുപ്പായപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊന്നും ഇല്ലടോ, നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഇത് ഫ്രൈ ആക്കാനുള്ള ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എടുത്ത് അതിലേക്ക് ഞാനിവിടെ നിങ്ങൾക്ക് ഡീപ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാൻ, ഞാൻ ഷാലോ ഫ്രൈ ആട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് എല്ലാം അങ്ങോട്ട് പറക്കി വെക്കുക, ഫ്രൈ ആക്കുക, എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പം കഴിയും. ഞാനിവിടെ ഒരു 3 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇത് പിന്നെ വെച്ചിട്ട് എവിടെയും പോകരുത് കേട്ടോ, കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി. ഇതുപോലെ 2 സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. അതിപ്പോൾ 2 സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനി എണ്ണയിൽ നിന്നൊന്ന് മാറ്റി അങ്ങോട്ട് വെക്കാം കേട്ടോ. ഇത് ഒരുപാട് അധികം എണ്ണ കുടിക്കുന്ന ഒരു സ്നാക്ക് ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അധികം പ്രശ്നങ്ങളില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്ക് പോലല്ല, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സ്നാക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടോ. ഇത് സോസിലോട്ടൊക്കെ അങ്ങോട്ട് മുക്കി അങ്ങോട്ട് കഴിച്ചാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.